നോക്കൂ, ഇന്ന് 35,000 കോടി കൊടുത്ത് ഇന്ത്യയുടെ 5 പ്രധാനപ്പെട്ട S-400 മിസൈൽ സിസ്റ്റത്തിന് ഇന്ത്യ റഷ്യയിൽ നിന്ന് പർച്ചേസ് ഓർഡർ കൊടുത്തു. 3 എണ്ണം എത്തി. അതിലൊന്നാണ് ഇന്ന് നമ്മൾ ഉപയോഗിച്ചതുകൊണ്ട് എന്ത് നേട്ടം? ഇന്ത്യയിലെ 15 എണ്ണം പറഞ്ഞ കേന്ദ്രങ്ങളിൽ, സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് പാകിസ്ഥാൻ മാരകശേഷിയുള്ള മിസൈലുകളും ഡ്രോണുകളും അയച്ചത്. ആ 15 ഇടങ്ങളിൽ ഒരു 3 വീണ് പൊട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ചർച്ച ഇന്ന് ഇങ്ങനെയാകുമായിരുന്നു. ഒരിടത്ത് വീണ ഇങ്ങനെയാകുമായിരുന്നു. നമ്മൾ പലപ്പോഴും മിലിറ്ററി കേന്ദ്രങ്ങൾ, ഒരു മിലിറ്ററി കേന്ദ്രം ഉറിയെ ആക്രമിക്കുന്ന സമയത്തൊരു വലിയ വാർത്തയാവുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, 15ഓളം ഉറിക്ക് സമാനമായ ആക്രമണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുമായിരുന്നു. നോക്കൂ, അതോടുകൂടി ഇന്ത്യൻ സൈന്യത്തിൻ്റെ മുറയിൽ തകരില്ലേ? മാത്രമല്ല, അതിനുശേഷം നടക്കാൻ പോകുന്ന ഒരു ടോട്ടൽ വാറിലേക്ക് കാര്യങ്ങൾ പോവില്ലേ? ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന 2 കാര്യത്തിലാണ്. ഒന്ന്, ഇന്ത്യയിലെ സൈനിക വ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ചെറുക്കാൻ ആവശ്യമായ ഒരു സുരക്ഷാ സംവിധാനം നമുക്കുണ്ട്. ഇസ്രയേലിന് അയൺ ഡോം എങ്ങനെയോ അതേപോലെ S-400 എന്ന സുദർശൻ ചക്രം മിസൈൽ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. അത് എക്സ്പെൻസീവ് ആണ്, സമ്മതിക്കുന്നു. പക്ഷേ അതില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ നിമിഷം ഇങ്ങനെയൊരു ചർച്ച ഇവിടെ നിന്ന് ചെയ്യുമായിരുന്നില്ല. അമൃത്സറിൽ അത് വീഴുമായിരുന്നു. അത് എവിടം മുതൽ എവിടം വരെയാണെന്ന് ആലോചിച്ച് നോക്കണം. അവന്തിപുര മുതൽ അങ്ങ് കാശ്മീരിൽ അവന്തിപുര മുതൽ ഇങ്ങനെ ഗുജറാത്തിലെ ഭുജ് വരെ നീണ്ടു നിൽക്കുന്ന 15 മിലിറ്ററി കേന്ദ്രങ്ങളിലാണ് പാകിസ്ഥാൻ്റെ ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യം വെച്ചത്.